ഹലോ, എല്ലാവർക്കും ഇനുന്റെയും അമ്മയുടെയും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് എന്താണ് ചെയ്യാൻ പോകുന്നത്? മലയാളം കൊങ്കണി വേർഡ്സ് നമ്മൾ ഇന്ന് കുറച്ച് നോക്കാൻ പോവാണ്. ഇന്ന് കുറച്ച് നമ്മൾ മലയാളം കൊങ്കണി മലയാളത്തിന്റെ കുറച്ച് വേർഡ്സ് എങ്ങനെയാണ് നമ്മൾ കൊങ്കണിയിൽ പറയുന്നതെന്ന് നമ്മൾ പറയാൻ പോവാണ്. ഇതിൽ അമ്മ പറയാൻ പോകുന്നത് മലയാളം, ഈനക്കുട്ടൻ എന്താണ് പറയാൻ പോകുന്നത്? കൊങ്കണി. ഓക്കെ, ഞങ്ങൾ ബേസിക്കലി GSP ബ്രാഹ്മൺസ് ആയതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ കൊങ്കണിയാണ് പറയുന്നത്. പക്ഷെ അത് നമ്മൾ യൂഷ്വലി പുറത്തൊന്നും നമ്മൾ ഉപയോഗിക്കില്ല. പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ളിൽ നമ്മുടേതായ ഫങ്ഷൻസ് ഒക്കെ ഉള്ള സമയത്ത് നമ്മൾ കൊങ്കണി യൂസ് ചെയ്യും. സോ നമുക്കത് ലാംഗ്വേജ് നമ്മുടെ വീട്ടിൽ അറിയണം എന്നുള്ളൊരു നിർബന്ധമുണ്ട്. സോ ചുമ്മാ അവൻ അതിന് എത്രത്തോളം കൊങ്കണിയിൽ അറിയാം എന്നുള്ളതും കൂടി നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം, അല്ലേ ഈനക്കുട്ട? അപ്പൊ കുറച്ച് അമ്മ മലയാളം വേർഡ്സ് ചോദിക്കാം. അങ്ങോട്ട് നോക്കാം, അപ്പായി നോക്കാം. മലയാളം വേർഡ്സ് ചോദിക്കാം. അതിന് ഏതൊക്കെയാണെന്നുള്ളത് ഈനക്കുട്ടൻ പറയണം. ഓക്കെ, അമ്മ ചോദിക്കട്ടെ. പൂവ്, പൂവ് അല്ലെങ്കിൽ പുഷ്പം. പുപ്പു, ഫൂൽ. ഓക്കെ, പുപ്പു എന്നും പറയും. പക്ഷെ നമ്മൾ ചെറിയ കുട്ടികളാണ് പുപ്പു എന്ന് പറയുന്നത്. ശരിക്കും അതിന്റെ വേർഡ് എന്താ? ഫൂല്. വേണ്ട കൊങ്കണി. അടുത്തത് പപ്പടം. പപ്പടത്തിന് എങ്ങനെയാണ് കൊങ്കണിയിൽ പറയുന്നത്? അപ്പോളു. അടുത്തത് ഇതിന് ഇഷ്ടമുള്ളതാണ് മീൻ, ഫിഷ്. കൊങ്കണിയിൽ എന്താ പറയാ? മസളി. നമുക്ക് കുറച്ച് ഹിന്ദി ടച്ചും കൂടി നമുക്ക് വരുന്നുണ്ട്. ഹിന്ദി പ്ലസ് ഗുജറാത്തി ടച്ചും കൂടി നമുക്ക് കൊങ്കണിയിൽ വരുന്നുണ്ട്. മച്ച്ലി എന്നാണല്ലോ ഹിന്ദിയിൽ പറയുന്നത്, നമ്മളത് പറയുന്നത് മസളി എന്ന് പറയും. അടുത്തത് തവള. ബെബോ. ഇത് ഹിന്ദിയിൽ എന്താണെന്ന് എനിക്കറിയില്ല. ബെബോ എന്നാണ് നമ്മൾ കൊങ്കണിയിൽ പറയുന്നത്. പിന്നെ അടുത്തത് ചോറ് കഴിക്കുന്ന കൊക്കോ. നമ്മള് കൊക്കോ എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ജേവണ എന്നൊക്കെ പറയും. കുറച്ച് അഡൾട്ട്സ് ജേവണ എന്നൊക്കെ പറയും. കുട്ടികൾക്ക് നമ്മള് കൊക്കോ എന്ന് പറഞ്ഞു കൊടുക്കും. കൊക്കോ വേണോ എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. പിന്നെ അടുത്തത് മഴ. നമുക്ക് ഇഷ്ടമുള്ള മഴ, പാവ്സു. നമ്മള് കൊങ്കണിയിൽ പറയുന്നതാണ് പാവ്സു. പിന്നെ അടുത്തത് ഈനുവിന് ഇഷ്ടമുള്ള ഒരു അനിമൽ ആണ്. ഈനു അച്ഛൻ അമ്മ കഴിഞ്ഞ് പറഞ്ഞ വേർഡാണിത്, ആന. കൊങ്കണിയില് ഹസ്തി എന്നാണ് നമ്മള് പറയുന്നത് കേട്ടോ. ഓ ശരി, ഇപ്പൊ അവന്റെ എല്ലാ ഫേവറേറ്റ് അനിമൽസ് ഒക്കെ മാറി കേട്ടോ. അവന്റെ ഫേവറേറ്റ് അനിമൽ ലയൺ ആണ്, ഹെസ്തി. ഇപ്പൊ നമ്മൾ ഹിന്ദിയിൽ ഹാത്തി എന്ന് പറയും, അതിന്റെ ഒരു വേർഷനാണ് ഹെസ്തി അല്ലേ ഇന്. പിന്നെ അടുത്തത് കുരങ്ങൻ എന്താ പറയണ? മങ്കട് എന്നാണ് നമ്മൾ പറയണത് കേട്ടോ. അടുത്തതിന് കഴുത, ഡോങ്കി. കൊങ്കണിയിൽ പറ. കൊങ്കണിയിൽ എന്താ പറയണേ? അറിഞ്ഞൂടാ, നീനുവിന് അറിയാം. പറ. ഗഡവ് എന്നാണ് നമ്മള് കഴുതേനെ നമ്മള് പറയണത്, അല്ലെ? ഗഡവ. ഓക്കെ, അടുത്തത് നമ്മൾ നോക്കാം. നമ്മൾക്ക് ഇഷ്ടമുള്ള വീട്ടില് നമ്മള് കുക്കൊക്കെ ചെയ്യുന്ന ഒരു സാധനമാണ് ഉരുളക്കിഴങ്ങിന് എന്താ നമ്മള് കൊങ്കണിയിൽ പറയുന്നത്? കൂക്ക്. നമ്മള് കൂക്ക് എന്നാണ് ഉരുളക്കിഴങ്ങിന് പറയണത്. അടുത്തത് ഇല. നമ്മള് പൂവ് പറഞ്ഞിരുന്നു ആദ്യം. ഇലക്ക് എന്താ പറയണത്? പല്ലോ. എന്നാ ഒന്നുകൂടി പറഞ്ഞേ? പല്ലോ എന്നാണ് നമ്മള് പറയുന്നത്. ഓക്കെ, നമുക്ക് കുറച്ചിപ്പം കൊങ്കണിയിൽ നമ്മൾ കൗണ്ട് ചെയ്യുന്ന കുറച്ച് ഡിഫറൻസ് ഉണ്ട്. കുറച്ച് ഹിന്ദി ടച്ചും വരും, കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഈ 1 to 10 പറഞ്ഞു തരും. പിന്നെ വെറുതെ അടിക്കുവാ ഇനു ഇരുന്നോണ്ട്. 1 to 10 ഒന്ന് പറഞ്ഞേ, നമ്പേഴ്സ് കൊങ്കണിയിൽ പറഞ്ഞേ. 1 2 3 4 5 6 7 8 9 10. വെരി ഗുഡ്. അപ്പൊ 1 to 10 നമ്പേഴ്സ് നമ്മൾ പറഞ്ഞു. പിന്നെ 2 സെന്റൻസ് ഇനുവിന്റെ അടുത്ത് അമ്മ ചോദിക്കാം. രണ്ട് സെന്റൻസ് കേട്ടോ. അത് കൊങ്കണിയിലും കൂടി പറഞ്ഞാൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ,
നിന്റെ പേരെന്താ? നിന്റെ പേരെന്താന്ന് എങ്ങനെയാ കൊങ്കണിയിൽ ചോദിക്കുക? നിന്റെ പേരെന്താ? തുകേലെ തുകേലെ നാവ് ഇത്തിക്കി. നിന്റെ പേരെന്താന്ന് ചോദിക്കണമെങ്കിൽ തുകേലെ നാവ് ഇത്തിക്കി അല്ലേ? ആ എന്റെ പേര് ഈനു. എന്റെ പേര് ഈനു എങ്ങനെയാ പറയാ കൊങ്കണിയില്? ഈനുവിന്റെ ശരിക്കും പേര് സാത്വിക് എന്നാണ്. അപ്പൊ എന്റെ പേര് സാത്വിക് അല്ലെ? ഓക്കെ ഓക്കെ. അപ്പൊ ഈനുവിന് കുറച്ചൊക്കെ അറിയാം കൊങ്കണി നമുക്ക് പഠിച്ചത് അല്ലെ? ഓക്കെ. അപ്പൊ നമുക്ക് ടാറ്റ പറയാം. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സത്താങ്കി അങ്കൽ വീഡിയോ ഇഷ്ടം ചെല്ലുമ്പോൾ ആഠേത കൊങ്കണിയിലും കൂടി പറയാം. നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. നെക്സ്റ്റ് വീഡിയോ നമുക്ക് ദിക്കും സത്താങ്കി തവൾ വരെ ടാറ്റ ബൈ 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 ബൈ.